തെക്കേപ്പാട്ടമ്പലത്തിലെ ഉത്സവ ദിവസമായ ഇന്ന് പ്രധാനമായുള്ള വഴിപാടുകളുടെ പേരുകൾ അറിയിക്കുകയാണ്. നടക്കുന്നു. സെക്രട്ടറി പറഞ്ഞത് എനിക്കും മനസ്സിലായി, ഈ നാട്ടുകാർക്ക് മനസ്സിലായി. എന്തിനാണ് ഇങ്ങനെ കടിച്ചുകൂടി ഈ സെക്രട്ടറി സ്ഥാനത്ത് കിടക്കുന്നത്? പിന്നെ ഈ പ്രാവശ്യം കമ്മിറ്റിക്കാരന്മാർ സ്ട്രോങ് ആണ്. കൈയിട്ട് വരാന്നുള്ള ചിന്ത വേണ്ട കേട്ടാ. നീ ആ വർത്താനം പറയരുത്. എടാ, ഈ ക്ഷേത്രത്തിന് വേണ്ടി ഞാൻ എന്തെല്ലാം കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. എന്തെല്ലാം ചെയ്ത്? കഴിഞ്ഞ വർഷം തന്നെ അവിടെ എനിക്ക് മനസ്സിലായി കേട്ടാ. എനിക്ക് കഴിഞ്ഞ പ്രാവശ്യം ഈ പാമ്പാടി രായനെ കൊണ്ടുവരാന്ന് പറഞ്ഞ വകയിൽ എത്ര രൂപ വെട്ടിച്ചായിരുന്നു? പാമ്പാടി രായനെ കൊണ്ടുവരാൻ വേണ്ടി നിങ്ങൾ എത്ര രൂപ എന്റെ തന്ന്? 3 ലക്ഷം. 3 ലക്ഷം കുണുവ തന്നെ തന്നത്. ഈ 3 ലക്ഷം രൂപയായിട്ട് ഞാൻ പാമ്പാടി രായനെ ബുക്ക് ചെയ്യാൻ വേണ്ടി അവിടെ ചെന്നു. പാമ്പാടി രായനെ അങ്ങോട്ട് ചെന്ന് ബുക്ക് അവസാനം 6000 രൂപ എന്റെ കയ്യിൽ നിന്ന്. സെക്രട്ടറിയുടെ കയ്യിൽ നിന്ന് 6000 രൂപ. അത് വിട്. കൊടിമരം പൂശാൻ വേണ്ടിട്ടേ നിങ്ങൾ അതിനകത്ത് എത്ര രൂപ വെട്ടിയായിരുന്നു? കൊടിമരം പൂശാൻ വേണ്ടി എത്ര പവൻ സ്വർണ്ണം എന്റെ തന്ന്? 30 പവൻ. 30 പവൻ സ്വർണ്ണം തന്ന്. ഈ 30 പവൻ സ്വർണ്ണം വെച്ച് ഞാൻ കൊടിമരം ഇപ്പൊ 22 പവന്റെ കണക്കേ ആയുള്ളൂ. തന്നെ ഇപ്പൊ കറക്റ്റ് 32 പവനായി. 2 പവൻ അധികം കയറിയിരിക്കുകയാണ്. ആ 2 പവൻ കൊടിമരം പൂശാൻ സ്വർണ്ണം തയ്യാത്തോണ്ട് എന്റെ വീട്ടിലെ പെണ്ണും പിള്ളേരെ പവനാണ് കൊടുത്തത്. ആ 2 പവൻ എനിക്ക് കിട്ടണം. എടാ, ഞാൻ ഒന്നും ചെയ്തില്ലെന്ന് പറഞ്ഞത്. കഴിഞ്ഞ പ്രാവശ്യം സമൂഹ സദ്യക്ക് വേണ്ടി ചെലവാക്കിയാൽ 15,000 രൂപ എനിക്ക് ഇങ്ങോട്ട് കിട്ടാണ്ട്. അതിന്റെ അങ്ങേ വർഷം ഗോപുരം പൊടിയിച്ചാൽ 10,000 രൂപ എനിക്ക് ഇങ്ങോട്ട് കിട്ടാണ്ട്. അതിന് മുമ്പത്തെ വർഷം ഓട്ടം തുള്ളൽ നടത്തിയാൽ 6,000 രൂപ എനിക്ക് ഇങ്ങോട്ട് കിട്ടാണ്ട്. അങ്ങോട്ട് കിട്ടാനുള്ള കറക്റ്റ് ആയിട്ട് പറയണം. നമ്മൾ എന്തെങ്കിലും അങ്ങോട്ട് ചോദിച്ചു കഴിഞ്ഞാൽ ചുമയും കുറേ മാത്രം. കൊള്ളാന്തായാലും കേട്ടാ. അത് പോട്ട്. ഈ പ്രാവശ്യം കുട്ടികൃഷ്ണനെ കൊണ്ട് തിടം പറ്റിക്കണം. പിന്നെ ചത്തോയന്റെ അച്ഛനെ കൊണ്ടൊന്നും തിടം പറ്റില്ല. നീ എന്നെ അങ്ങ് കൊന്നുകളയല്ലോ. അയ്യോ, നിങ്ങൾ അച്ഛൻ കുട്ടികൃഷ്ണനല്ല, ആനെ കൊണ്ട് തിടം പറ്റിക്കണമെന്ന്. അതേറ്റിക്കും. ഞാൻ ഇന്നോ നാളെ എന്നും പറഞ്ഞിരിക്കണ മനുഷ്യനാണ്. അപ്പൊ ഒരു കാര്യം ചെയ്യും, അടുത്ത ആഴ്ച ഒരു ഗാനമേള ബുക്ക് ചെയ്യണം. ഉത്സവം ഈ ആഴ്ച തീരുവില്ല. അല്ല, ഈ ഇന്നോ നാളെ എന്ന് പറഞ്ഞിരിക്കാൻ തുടങ്ങിയിട്ട് 25 വർഷം അടുത്ത ആഴ്ച തികയും. അതിന്റെ ആഘോഷത്തിനൊരു ഗാനമേള വേണമെന്നാ പറഞ്ഞേ. ഞാൻ എന്തായാലും ഈ വർഷം സെക്രട്ടറി സ്ഥാനം ഒഴിയും. ഞാൻ സെക്രട്ടറി സ്ഥാനം ഒഴിഞ്ഞു കഴിഞ്ഞാൽ അടുത്ത സെക്രട്ടറി ആരാ? നീ. അണ്ടാവ് കഴുകി വെച്ചോളാം, തറയും തുടച്ചോളാം, വിളക്ക് ഞാൻ തന്നെ തുടച്ചോളാം. ഇങ്ങോട്ട് കൂടുതലങ്ങ് സുഭിക്കല് കേട്ടാ. നിന്നെ സെക്രട്ടറി അല്ലെങ്കിൽ ഒരു പ്രസിഡന്റ് എങ്കിലും ആക്കും ഞാൻ. ആന പിണ്ണ കൂടെ വാറണമെന്നല്ലേ, വാരിക്കോളാം. പ്രിയമുള്ളവരെ, തെക്കേപ്പാട്ടമ്പലത്തിലെ 1ാം ഉത്സവ ദിവസമായ ഇന്ന് രാവിലെ തന്നെ അതെ, ഈ ജനശതാബ്ദി ഒന്ന് നിർത്തിയെങ്കിൽ ഒരു കാര്യം ചോദിക്കാനുണ്ടായിരുന്നു. എന്താണ്? ഈ ഇവിടെ അല്ലേ ഉത്സവം നടക്കുന്നത്? അതെ, പ്രിയമുള്ളവരെ, നാളത്തെ പ്രധാന വഴിപാടുകൾ പറയുന്നു. രാവിലെ 11:30 സമൂഹ സദ്യ. 2ാം ഉത്സവ ദിവസമായ മറ്റന്നാള് കൃത്യം 11:30 അന്നദാനം. 3ാം ഉത്സവ ദിവസമായ ഇങ്ങനെ പോവുകയാണെങ്കിൽ 7ാം ഉത്സവ ദിവസം നിങ്ങളെ സഞ്ചാരം നടത്തേണ്ടി വരും. അതിന് ഇഡലിയും അലങ്കാരത്തിന് വടകൂടെ വെച്ചോ. എന്റെ പൊന്നു മാഷേ, ഇവിടെ ഇന്ന് വൈകിട്ട് എന്തുവാ പരിപാടി? ഇന്ന് വൈകിട്ട് കൃത്യം 7 മണിക്ക് അമൃത സൂപ്പർ സ്റ്റാർ ഓഡിഷൻ ഫെയിൽഡ് സ്റ്റാർ മിസ്റ്റർ പോളിഷ് ശരത്ത് അവതരിപ്പിക്കുന്ന ട്രാക്ക് ഗാനമേള. പോളിഷ് ശരത്തിന്റെ ഗാനമേള ഇവിടെ ഉണ്ട്? ഉറപ്പാണല്ലേ? ഉറപ്പാണ്. ഞാൻ പുള്ളിയുടെ ഒരു ആരാധകനാണ്. ഗാനമേള കേൾക്കാൻ വേണ്ടി വന്നതാ. ഞാൻ 60 കിലോമീറ്റർ അപ്പുറത്തുനിന്ന് വരികയാണ്. 60 കിലോമീറ്റർ അപ്പുറത്തുനിന്ന്? അപ്പൊ കറക്റ്റ് സമയത്ത് തുടങ്ങുമല്ലേ? കൃത്യം 7 മണിക്ക് ഗാനമേള തുടങ്ങി. കാണാൻ പറ്റും? ഓ, തിരിച്ച് അത് കാണാൻ വേണ്ടിയല്ലേ വന്നത്. അപ്പൊ 7 മണിക്ക് തുടങ്ങണം. ഓക്കെ, ഞാൻ വന്നിരിക്കും. പറഞ്ഞ കേട്ടാ? സെക്രട്ടറി, ആന പിണങ്ങി നിൽക്കുന്നു. ഓടാവിടുന്ന് എന്റെ ഭാര്യ ഉണങ്ങിയിട്ട് ഞാൻ മൈൻഡ് ചെയ്തില്ല. പിന്നെയാണ് ഈ ആന. അതല്ലെന്ന്, ഈ ആനയുടെ പിണക്കം മാറ്റാൻ എന്തെങ്കിലും ചെയ്യണ്ടേ? നീ ഒരു കാര്യം ചെയ്യും, ആനയെ വിളിച്ചോണ്ട് ഒരു സിനിമയും കാണിച്ച് നമ്മളെ ഷിബുവിന്റെ കടയിൽ നിന്ന് ഒരു ഷവർമയും വാങ്ങിച്ചു കൊടുത്ത് അടുത്ത് കിടത്തി പാട്ട് പാടി അങ്ങ് ഉറക്കി. എന്റെ പൊന്ന് സെക്രട്ടറി, ആനയുടെ പിണക്കം മാറ്റിയാലേ കാര്യങ്ങൾ നടക്കുള്ളൂ. തന്നെ പിണക്കം മാറ്റിയപ്പോ എന്ത് ചെയ്യൂടാ? എന്ത് ചെയ്യണം ഇണക്കാൻ വേണ്ടിട്ട്? നമുക്ക് ഡിസ്കോ ശാന്തിയുടെ ഒരു ഡാൻസ് വെച്ചാലോ? അവിടുന്ന് അതിനും കൂടെ ചെലവാക്കാൻ എന്റെ പൈസ ഇല്ല. ആകെ കഷ്ടപ്പെട്ടാണ്. അവിടെ ഒരു അനക്കം കമ്പിട്ട്. അത് വല്ല പെരിച്ചാഴി ആയിരിക്കും. വെള്ളം നിറമുള്ള പെരിച്ചാഴിയാടാ. വെള്ളം പോയി നോക്കിട്ടോ. ഇവനായിരുന്നു. ഇങ്ങോട്ട് നീങ്ങില്ല, ഇങ്ങോട്ട് നീങ്ങില്ലേ? ഇതാ പൊളിച്ചരത്താ. അയ്യോ, ആളറിഞ്ഞില്ല. അല്ല ശരത്തെ, ശരത്ത് നിന്നെ ഒന്ന് ആ കമ്പനിയുടെ കയറി വിളിച്ചിരുന്നത്. ഞങ്ങള്
ഞങ്ങളെ സെലിബ്രിറ്റീസ് അങ്ങനെയാണ്, സമയത്തിന് വരും, അല്ലെങ്കിൽ വെയിറ്റ് പോവും. അതെ, നമ്മൾ എവിടെയെങ്കിലും ഒന്ന് ഒളിച്ചിരുന്നിട്ട് ആ സമയമാകുമ്പോ വരും. അപ്പൊ ആള് അയ്യോ ശരത്ത് വന്നു, അയ്യോ ശരത്ത് വന്നു, ഇദ്ദേഹം സെൽഫി എടുക്കും. അങ്ങനെ ഇഷ്ടമാര്. നല്ല മൂക്കം പാമ്പുള്ള സ്ഥലമായിരുന്നു. അതറിയില്ല, ഞാൻ താമസിച്ചെങ്കിലേ മൂക്കി പഞ്ഞി വെച്ച് വെയിറ്റ് ഇട്ട് ഇങ്ങനെ കിടക്കാല്ലേ. നാഗപ്പാട്ട് ഓടി ഓടിച്ചോളാം. ഇഷ്ടംമാര് പാട്ടുണ്ടല്ലോ കയ്യില്. പിന്നെ ശരത്തെ, പിന്നെ അപ്പൊ പരിപാടി എങ്ങനെയൊക്കെയാണ്? പരിപാടി 100 എവിടെ കളിച്ചാലും 100 പോയില്ലെങ്കിൽ എന്നെ 108 കൊണ്ടുപോയേണ്ടി വരും. 100. ഒരു സംശയം. അല്ല, ഈ ചില സ്ഥലത്തൊക്കെ പരിപാടിക്ക് ചെല്ലുമ്പോൾ ഭയങ്കര പ്രശ്നങ്ങൾ ഉണ്ടാവുന്നൊക്കെ പറയും. ഈ പരിപാടി പൊളിഞ്ഞു കഴിഞ്ഞാൽ കർപ്പൂരം കത്തിക്കല്, അത് ആറ്റുകലൊരു അമ്പലത്തില്. അല്ല, തെങ്ങി പിടിച്ചിട്ട് ഇടിക്കണം, അത് ചവറൊരു അമ്പലത്തില്. കണ്ണില് മുളകൂടി ഇറങ്ങി, അത് കോട്ടയം വൈക്കത്ര അമ്പലത്തില്. അല്ല, പിന്നെ ഈ കുളിപ്പിച്ചിട്ട് ശ്രീകോവിന്റെ മുമ്പ് സാഷ്ടാംഗം, അത് അവനൊരു ക്ഷേത്രത്തില്, ആറ്റുകല്. അങ്ങനെ കാര്യങ്ങളൊക്കെ. അപ്പൊ തുടങ്ങാം. പിന്നെ സാധകമൊക്കെ ചെയ്തിട്ടുണ്ടല്ലോ. പിന്നെ എന്റെ വീടിനടുത്ത ക്ലബ്ബില് MLA മന്ത്രി വന്നപ്പോ ഞാനല്ലേ അവരെ സാധകം ചെയ്തത്. എന്തോന്ന്? അവരെ ഞാനാണ് സാധകം ചെയ്യുന്നത്. പിന്നെ ഒരുപാട് പേരെ സാധകം ചെയ്യാൻ പറഞ്ഞു. ഞാൻ പറഞ്ഞു എനിക്ക് പറ്റും 2 മെയിൻ ആൾക്കാർ മാത്രമേ സാധകം ചെയ്യുള്ളൂ എന്ന് പറഞ്ഞു. അയ്യോ, അതല്ല, ഇത് സ്വാഗതം ചെയ്തു. അത് സ്വാഗതം, ഇത് സാധകം. സെക്രട്ടറി നല്ല പാട്ടുണ്ട് പയ്യൻ, നന്നായിട്ട് പാടുന്നുണ്ട്. ഈ സാധകം എന്ന് പറഞ്ഞാലേ പിന്നെ ഈ വെള്ളത്തിൽ ഇങ്ങനെ കഴുത്തറ്റം നിന്നിട്ട് അങ്ങനെ പറയട്ടെ. അത് ഡെയിലി 3 നേരം ചെയ്യുന്നുണ്ട്, രാവിലെ ഉച്ചയ്ക്ക് വൈകുന്നേരം ചോറ് കഴിച്ചിട്ട്. ആ ഗുളി കഴിക്കുന്ന കാര്യമല്ല ഞാൻ പറഞ്ഞത്, സാധകം ചെയ്യാറുണ്ടാകും സ്വരസ്ഥാനങ്ങൾ വർദ്ധിപ്പിക്കാൻ വേണ്ടി. പിന്നെ ഇഷ്ടംമാര് പ്രാവശ്യം ചെയ്യാറുണ്ട്. എനിക്ക് ശരത്തിൽ വിശ്വാസമുണ്ട്, കാരണം അമൃത സൂപ്പർ സ്റ്റാർ ഓഡിഷൻ എങ്കിലും എങ്ങനെയാണ് ഈ ചില ഗായകരൊക്കെ പാടി മഴ പെയ്യിക്കുന്നൊക്കെ കേട്ടിട്ടുണ്ട്. അങ്ങനെ ശരത്ത് എന്തെങ്കിലും ഒക്കെ? അല്ല, ഞാൻ പാടി മഴ പെയ്ച്ചിട്ടില്ല. ഞാൻ പാടിയതിനെ എന്നെ മഴ പിടിച്ച് നിർത്തിയിട്ടുണ്ട്. അത് കുഞ്ഞില്ലേ അതിന്റെ ക്ലാസിക്കൽ പാട്ടൊക്കെ പാടിയിട്ട് ഞാൻ ഒരുപാട് സെറ്റപ്പ് ആയി. പിന്നെ നമ്മൾ ഒരുപാട് വർഷം കൊണ്ട് ഉത്സവം നടത്തുന്ന അമ്പലമാണ്. അപ്പൊ ഇവിടെ കലാകാരന്മാർ വരുമ്പോൾ നമ്മൾ പൊന്നാടയൊക്കെ കൊടുക്കും. എനിക്ക് കിട്ടിയിട്ടുണ്ട് ഇഷ്ടംമാര് പൊന്നാട. ഈ അടുത്തൊരു പരിപാടിക്ക് ഞാൻ പോയപ്പോഴത്തേക്ക് ആള് ഭയങ്കര ജനം, ഒരു രക്ഷയില്ല, ഭയങ്കര ജനം. അപ്പോ ഒരു മധ്യഭാഗത്ത് നിന്ന് ഒരു ആൾക്ക് എന്നെ പൊന്നാട എണിക്കണം. പുള്ളി ഇങ്ങനെ പൊന്നാട എടുത്ത് പൊക്കി കാണിക്കുന്നു, ഇടട്ടെ എന്ന് ചോദിക്കുന്നു. ഞാൻ വരാൻ പറയുന്നു, പക്ഷെ പുള്ളിക്ക് വരാൻ പറ്റുന്നില്ല. അവസാനം പുള്ളി ആ പൊന്നാട ചുരുട്ടി കൂട്ടി ഇങ്ങനെ എറിഞ്ഞു തന്ന്. പക്ഷെ അത് ഇവിടെ ഒന്ന് കൊണ്ടിട്ട് ഭയങ്കര വേദന, കല്ലിച്ച് കിടക്കുന്ന ഒരു തുണി വന്ന് ഇവിടെ എന്തിനു വേദന കല്ലിച്ച് കിടക്കായി? അല്ല, പുള്ളിക്കാരൻ അത് ചുടുവട്ടിൽ പോയി ഞാൻ എറിഞ്ഞത്, അതാ ഇനി എത്താൻ വേണ്ടിയത്. അപ്പൊ നമുക്ക് തുടങ്ങാം. പിന്നെ തുടങ്ങാം. അപ്പൊ CD ഒക്കെ കൊടുത്തിട്ടുണ്ടോ? പിന്നെ CD മോനെ 9 ആണ്. ഇത് ഒന്നാമത് ചമച്ചം കുറച്ചുമാണ് നടക്കണത്. 9 CD 9 ട്രാക്ക് ഇട്. 9ാമത്തെ ട്രാക്ക്. അപ്പൊ തുടങ്ങാം. ഹലോ ടെസ്റ്റിംഗ്. പ്രിയമുള്ളവരെ, അമൃത സ്റ്റാർ സിംഗർ ഫെയിം, ഓഡിഷൻ ഫെയിം, ഫീൽഡ് ഫെയിം അവതരിപ്പിക്കുന്ന ഗാനമേള ആരംഭിക്കുന്നു. ആദ്യമായി ഭക്തിഗാനം ഗംഗയാർ പിറക്കുന്നു. അത് വേണ്ട. കഴിഞ്ഞ പ്രാവശ്യം ഒരുത്ത ഇതുപോലെ ഇവിടെ വന്നിട്ടേ ഗംഗയാർ പിറക്കുന്നു എന്ന് അനൗൺസ് ചെയ്തതും ആളുകൾ വിചാരിച്ച എന്തായിരുന്നറിയാമോ? അവര് കേട്ടത് ജങ്കാർ പുറപ്പെടുന്നു എന്ന്. അങ്ങനെ എല്ലാരും കൂടെ എഴുന്നേറ്റ് പോയി. ഇവിടെ കാണാൻ ആളില്ലേ? എന്നാ മാറ്റി പിടിക്കാം. എന്നാൽ ഒരു ഭക്തി സൂത്രത്തിൽ തുടങ്ങാം. സൂത്രോ? സത്രോ? സ്വത്രം അമ്പലത്തിലാ അല്ലേ? എന്താ പേര്? സൂക്തം. ഒരു ഭക്തി സൂത്രത്തിൽ തുടങ്ങാം. അങ്ങകലെ അകലെ അല്ലടാ, നിന്റെ മുന്നിൽ തന്നെ ഉണ്ട്. മലമേലെ അല്ല, നിന്റെ മുതുകിന്റെ മേലെ. എന്റെ സന്നിധാനം. അയ്യന്റെ സന്നിധാനം അല്ലടാ, നിന്റെ അളിയന്റെ സാന്നിധ്യം. ഞാൻ നേരത്തെ പറയാൻ മറന്നുപോയി. ഒരു ആരാധകൻ ഉച്ചയ്ക്ക് ഇവിടെ ഒന്ന് അന്വേഷിച്ചിട്ട് പോയി. ഇത് ആരാധകനല്ല, പിന്നെ എന്റെ അളിയനാണ്. ഞാൻ എവിടെ പരിപാടി വിളിച്ചാലും വന്ന് പൊളിക്കും. പോവരുത് അളിയ, എന്റെ കൈവിട്ട് പോവരുത്. അകലും തോറും അടിയുടെ രുചി കൂടിക്കൊണ്ടേ. ഇവിടെ വാ. ഇവനെ ഇന്ന് തല്ലിട്ടേ ഞാൻ പോകും. അല്ലല്ല, ഞാൻ ഒരു കാര്യം പറയും. ഒരു പരിപാടി നടക്കുന്ന സ്ഥലമാണ്, നിങ്ങൾ വഴക്കൊന്നും ഇവിടെ പറ്റൂല. ഇവനെ അടിച്ചിട്ടേ ഞാൻ പോകും. അത് ഇല്ല. ഇപ്പൊ എന്താണ് കാര്യം? എന്താണെന്ന് പറയുന്നല്ലേ, ഇന്നലെ 2-ാം തീയതി ആയിരുന്നല്ലോ ശമ്പളം കിട്ടുന്ന ദിവസം. ഞാൻ 2 അടിച്ചിട്ട് വീട്ടിൽ വന്ന് മുറി കയറി കിടന്ന് ഇങ്ങനെ ഉറങ്ങാണ്. അപ്പോഴാണ് വീട്ടിൻ്റെ മുറ്റത്ത് ഇവൻ്റെ സാധകം രാമകഥ ഗാനലയം. സത്യം പറ, ആ സിനിമയിൽ ലാലേട്ട ഇരിക്കുമല്ലോ തീയുടെ നടുക്ക്, എൻ്റെ ചുറ്റും അതുപോലെ ഇവൻ്റെ രാമകഥ ഗാനലയം കിടന്ന് കറങ്ങായിരുന്നു. ഞാൻ പതുക്കെ എണീറ്റ് വന്ന് ഇവൻ്റെ മംഗളത്തിൽ ഒരു തമ്പുരു അങ്ങ് വീണു. അതിൻ്റെ ഉണർന്നില്ലേ? ഇവ എന്നെ സാകേതം ചവിട്ടി തള്ളി താഴെയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ചവിട്ടി മെതിച്ച് കളഞ്ഞ് അവസാനം ഇവൻ എനിക്കൊരു ഹേ രാമ കൂടെ തന്നിട്ടാണ് പോയത്. അപ്പം തൊട്ട് ഞാൻ ഇവനെ തപ്പി നടക്കാണ് എവിടെയാണ്. നേരം വെളുക്കുന്നവരെ നോക്കി, ആ പരിസരത്തെങ്ങും അവനില്ല, ആ പഞ്ചായത്തിലെങ്ങും ഇവനില്ല. പിന്നെ സത്യം പറയണം, എൻ്റെ ഭാര്യ
ഇവന്റെ സഹോദരി സത്യം പറയുന്നത് ചോദിച്ചാൽ അവളുടെ അടുത്ത് ചോദിച്ചിട്ട് അവള് പറഞ്ഞില്ല. എന്താ കാര്യം എന്നറിയോ? ചെറ്റത്തരത്തിന് നാഷണൽ അവാർഡിന് വേണ്ടി ഇവനുമായിട്ട് ഇഞ്ചോടിഞ്ച് മത്സരിച്ച് 1ാം സ്ഥാനം നേടിയവളാണ് അവള് പറയില്ല. അപ്പോഴാണ് എനിക്ക് ബുദ്ധി വന്നത്. ഇവന്റെ മുറിക്കകത്ത് എവിടെയും ഡയറിയിൽ എഴുതി വെച്ചിട്ടുണ്ട് പരിപാടികൾ എഴുതിയിട്ടുണ്ട്. ഞാൻ അങ്ങനെ അകത്ത് കയറി ഇവന്റെ ഡയറി ഇങ്ങനെ മറിച്ചു നോക്കി. സത്യം പറയാം, നമുക്ക് ഇലയിട്ടുണ്ണാം. ഒരൊറ്റ പേജിൽ പോലും മഷി പുരണ്ടിട്ടില്ല. ഞാനങ്ങനെ ഇങ്ങനെ ഓരോ പേജും തുപ്പി തപ്പി വയലിൽ വെള്ളം നിറഞ്ഞ വയൽ പോലെ കിടന്നെൻ്റെ നാക്ക് മരുഭൂമി പോലെ. അങ്ങനെ ഞാൻ 3ാമത്തെ ഡേറ്റ് നോക്കിയപ്പം ഇവന് പരിപാടി ഉണ്ടെങ്കിൽ ഒരു വര വരച്ച്, ഒരു വര, ഒരമ്പലം, ഒരാന, ഒരു മണി. അപ്പോൾ എനിക്ക് മനസ്സിലായി അവന് പരിപാടി ഉണ്ടാകും. ഞാൻ അങ്ങനെ 60 കിലോമീറ്റർ അപ്പുറത്ത് നിന്ന് തിരക്ക് ഉത്സവം നടക്കുന്ന അമ്പലത്തിലാണ് തിരക്ക് വന്നപ്പോഴാണ് ഇവിടെയാണെന്ന് അറിഞ്ഞത്. നിങ്ങളല്ലേ ഈ പരിപാടി ബുക്ക് ചെയ്ത്? ഞാൻ തന്നെ പരിപാടി ബുക്ക് ചെയ്തു. നിങ്ങളുടെ പേരെന്താണ്? എൻ്റെ ഒരു മണിയായി. അല്ല, എല്ലാ അമ്പല സെക്രട്ടറിമാർക്കും ഒരു അർത്ഥപ്പേരാണ്. നിങ്ങളുടെ അർത്ഥപ്പേരെന്താണ്? ആന. ഇത് ആനമണി. ആന മണിയെ ജംഗ്ഷനിൽ അന്വേഷിച്ചോ പറഞ്ഞത് അമ്പലം വിഴങ്ങി ആനമണിയാണ്. അതാണ് ഇവൻ വരച്ചു വെച്ചത്. എടാ നീ എന്തിനാ എന്റെ പേരെഴുതാതെ പടം വരച്ചു വെച്ചത്? അതിനവൻ എഴുത്തും വായന അറിയണ്ടേ? യവനെ എന്ന് ഞാൻ ചവിട്ടി നോക്കും. എന്തേ അതെ, പരിപാടിക്കിടയിൽ നിങ്ങൾ ഒന്നും ചെയ്യരുത്. നമുക്ക് പരിപാടി കഴിയട്ടെ. പറ്റൂല, ഇവനെ പഠിച്ചിട്ടേ ഞാൻ പോകുന്നുള്ളൂ. അതെ, നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം. ഭയങ്കര കലാപാരമ്പര്യത്തിൽപ്പെട്ട കുടുംബത്തിലുള്ള ഒരു ചെറുക്കനായവൻ. ഭയങ്കര ചേട്ടൻ ഗാനഭൂഷണം. ഇപ്പോഴാ മാലമോഷണം എന്ന് പറയുന്നത്. അവന് കൊച്ചുനാള് സ്കൂളിൽ പഠിക്കാൻ പാട്ട് പാടി ഒരുപാട് ട്രോഫിയൊക്കെ വാങ്ങിച്ചിട്ടുണ്ട്. അതെന്ന് അവന് TC കിട്ടിയിട്ടുണ്ട് പാട്ടുപാടിയൻ. ഇയാളുണ്ടല്ലേ വെറും വൃത്തികെട്ടവനാണ്. ഞാൻ മറ്റേ ആറ്റി കിടന്നിട്ട് ഇങ്ങനെ കഴുത്തപ്പം വെള്ളം അത് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്തുണ്ടല്ലോ പെട്ടെന്ന് മലവെള്ളപ്പാച്ചിൽ വെള്ളം എന്നെ എടുത്തോണ്ട് പോക്കങ്ങ് പോയി. ഇയാള് കരയിൽ നോക്കിക്കൊണ്ടിട്ട് എന്നെ രക്ഷിച്ചില്ല, അറിയോ? അത് നിങ്ങൾ രക്ഷിക്കാഞ്ഞത് എന്ത്? രക്ഷിക്കാഞ്ഞത് നീ മനസ്സിലാത്തോണ്ട്. മലയാള ചലച്ചിത്ര ഗാനശാഖയ്ക്ക് അത്രയെങ്കിലും ചെയ്യാൻ കഴിഞ്ഞല്ലോ എന്നൊരു ചാരിതാർത്ഥ്യം. ഞാൻ എന്നും അങ്ങനെ കഴുത്തപ്പം വെള്ളത്തിൽ കിടക്കുമ്പോ അവിടെ ഒരു പോത്ത് കിടക്കും. ആ പോത്തിന്റെ കൊമ്പി പിടിച്ച് ഞാൻ രക്ഷപ്പെട്ടു. പോത്ത് വിചാരിച്ച് അതിന്റെ എണ്ണയാണെന്ന്. പരിപാടി തുടങ്ങാൻ പറ്റൂല. ഞാൻ ഇവനെ അടിച്ചിട്ട് നിങ്ങൾക്ക് പരിപാടി തുടങ്ങാം. പെണ്ണുങ്ങളുടെ ശബ്ദത്തെ എന്നെ വശീകരിക്കാൻ ശ്രമിക്കുന്ന ആളാ. എന്റെ നേരെ നിങ്ങൾ തൊട്ടുപോരുത്. അയ്യോ, പുത്തൂരം വീട്ടിൽ ഉണ്ണിയാർച്ചയും ആരോമൽ ചേകവരും. കൊച്ചിനടിച്ചത് ഇവളിപ്പോ എന്തുവാ പറഞ്ഞത്? നേരാങ്ങള. ഈ നേരെന്നറിയില്ലാത്ത ഇവനെയാണ് അവള് നേരാങ്ങള എന്ന് പറയുന്നത്. അളിയ ഒരിക്കൽ ആലോചിച്ചോണം, ഞാൻ യേശുദാസിനെയും MG ശ്രീകുമാറിനെയും പോലെ വലിയൊരു ഗായകനാകും. ആ പറഞ്ഞു ഒന്നുകൂടെ പറ. ഞാൻ ഒരിക്കൽ യേശുദാസിനെയും MG ശ്രീകുമാറിനെ പോലെ വലിയൊരു ഗായകനാകും. ഈ തലയിൽ മുടി കിളിക്കും എന്ന് പറഞ്ഞാൽ ഞാൻ സമ്മതിക്കാം. പക്ഷെ ഈ പറഞ്ഞത് ഒരിക്കലും അറിയാമോ, ഇവൻ പ്രോഗ്രാമിന് പോകുമ്പോഴേ, എന്റെ ഈ പൊന്നപ്പി പ്രോഗ്രാമിന് പോകുമ്പോഴേ തിരിച്ച് നേരം വിളിക്കണവർ ഞാൻ കണ്ണിൽ ഒഴിച്ചെന്ന് കാത്തിരിക്കും. അറിയാമോ? അപ്പിയല്ല കുപ്പി. ഇവളെന്തോ പറഞ്ഞത്? നേരം വിളിക്കുന്നവരെ കണ്ണിൽ എണ്ണ വെച്ച് കാത്തിരിക്കുന്നു. ഇവന്റെ ഗാനമേള 10 മണിക്കാണെന്ന് വെച്ചോ. സാധാരണഗതിയിൽ 10:05 ഇവന്റെ ഗാനമേള തീരും. 10:10 കഴിഞ്ഞാൽ പിന്നെ അവൻ അന്ന് ഉത്സവമാണ്. ആര് പറഞ്ഞു? എന്റെ കുഞ്ഞുമക്കളെ പറഞ്ഞത് ശരിയാ. പരിപാടി രാവിലെ എത്തോളൂ. കരുതെന്നറിയോ? പരിപാടി ഞാൻ പറഞ്ഞില്ല, നേരത്തെ പറയും 100 പോകും. അപ്പൊ ഈ കമ്മറ്റിക്കാരനെ വിളിച്ചിട്ട് ബീഫ് തരും, മട്ടൻ തരും, മദ്യം തരും, പിന്നെ ആഘോഷമാണ്. എല്ലാം ഇവന്റെ മുതുകത്താണെന്ന് മാത്രം. നോക്കോ, ഒരിക്കൽ ഞാൻ സ്റ്റാർ ആകും. ഒരിക്കൽ ഞാൻ സ്റ്റാർ ആകും. നീ എന്നെ സ്റ്റാറായി അതറിയില്ലേ? കഴിഞ്ഞ ആഴ്ച ഞങ്ങളെ വീട്ടിൻ്റെ അടുത്ത് പള്ളിയിൽ ഒരു പരിപാടി ഉണ്ടായിരുന്നു. ജസ്റ്റ് ഒന്ന് കാണാമെന്നും പറഞ്ഞ് അവിടെ ചെന്നപ്പം പള്ളിക്കാരെല്ലാം കൂടെ ചേർന്ന് ഇവനെ മരത്തിൽ സ്റ്റാറായിട്ട് കെട്ടിത്തൂക്കി. അവന്റെ ഫാസ്റ്റ് നമ്പർ ഞാൻ കേട്ടിട്ടില്ല. ഇന്നലെ രാത്രി അവനെ ഫാസ്റ്റ് ആയിട്ടൊന്ന് കൊണ്ടായിരുന്നു. നീ നമ്മുടെ നാദശിക്കാർ ഒരു പാട്ട് പാടൂലേ? പൊന്നെ, നീ ഇവിടെ നിന്ന് ഇങ്ങനെ പാടല്ലേ? ഓഡിയൻസ് എല്ലാം കൂടെ കയറി വാടാ ആവും. ഞാൻ ഒരു കാര്യം പറയാം. അല്ലേ, ഇവന്റെ വാവ നക്ഷത്രമേ കേട്ടിട്ടുണ്ടോ? വാവ നക്ഷത്രമേ അത്രേ പറയത്തുള്ളൂ. ബാക്കി ഇവന്റെ തലയ്ക്കുമള്ളി നക്ഷത്രമാണ്, ഉൾക്കയാണ്, ഗ്രഹങ്ങളാണ് ഇങ്ങനെ കിടന്ന് കറങ്ങുന്നത്. ഇപ്പൊ നില കടലിരമ്പലാണ് വരാൻ പോണ. ഒരു കാര്യം പറയാം, ഇവിടെ പരിപാടി കഴിയാതെ ഒന്നും നടക്കൂല. ഞാൻ ഇതിന് സമ്മതിക്കൂല. ആരും അവകാശം വേണ്ട. എന്റെ അളിയനെ ഞാൻ അടിച്ചിട്ടേ പോവും. അളിയെ അടിച്ചിട്ടേ പോവും. അടിക്കും. അടിക്കും. സ്റ്റേജിനെ പിറകൊണ്ടടി വാ. നോ
അത് ഗാനമേള കഴിയുമ്പം ഓഡിയൻസിൽ നിന്നെ അടിക്കാനുള്ള സ്പോട്ടാണ്. ഞാൻ നിന്നെ സ്റ്റേജിന്റെ മുമ്പിലിട്ടടിക്കും. നിന്നെ അടിക്കുമെന്ന് പറഞ്ഞാൽ അടിക്കും ഞാൻ. പരിപാടി കഴിയട്ടെ. നിങ്ങൾ അവിടെ മാറിയിരിക്കും. പരിപാടി മിണ്ടി പോരുത്. പരിപാടി കഴിഞ്ഞിട്ട് അടിക്കല്ല. അടിക്കാം. സത്യം അമ്മയാണ് സത്യം. ചേർത്തെ നീ പാടാ. നീ പാട. ഞാൻ പറയട്ടെ. അതെ, പരിപാടി ആരംഭിക്കാൻ പോവാണ്. പൊളിശരത്തിന്റെ ട്രാക്ക് ഗാനമേള. ഇപ്പൊ പൊളിയും. ഇതൊരു വാക്കെടുക്കും. ഓഡിയൻസ് മൊത്തം കയറും ഇപ്പൊ. സ്വർണ്ണമുകിലേ. സ്വർണ്ണമുകിലേ. ഒന്നുകൂടെ പാട്. സ്വർണ്ണമുകിലേ. ഇവൻ പാടുന്നത് സ്വർണ്ണമുകിലേന്ന്. ഇവന്റെ വായിന്ന് വരുന്നത് വെള്ളി മുകിലേ. അടി എടുത്തു വെച്ചോ. സ്വപ്നം കാണാറുണ്ടോ നീയും? സ്വപ്നം കാണാറുണ്ടോ? നക്ഷത്രദീപങ്ങൾ തിളങ്ങി നവരാത്രി മണ്ഡപമൊരുങ്ങി. പരിപാടി ആൾക്കാർ മൊത്തം വയലന്റ് ആയിരിക്കും. ചെയ്യാൻ നോക്ക് പെട്ടെന്ന്. എന്തായാലും ഗാനമേള പൊളിഞ്ഞ്, പാട്ട് പൊളിഞ്ഞ്, ഉത്സവം പൊളിഞ്ഞ്, നമുക്കിനി നാടകത്തിൽ പിടിക്കാം. പ്രിയമുള്ളവരെ, ഏതാനും നിമിഷങ്ങൾക്ക് നാടകം ആരംഭിക്കുന്നതാണ്. നാടകത്തിന്റെ പേര് അച്ഛനാണ് ശരി. അല്ല, അളിയനാണ് ശരി.